ഒടുവിൽ ആ വാർത്തയെത്തി. 36 വർഷം ഇറാൻ അടക്കി ഭരിച്ചിരുന്ന മത നേതാവ് കൂടിയായ അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി സുപരിചിതനാകാം ഖമേനി. കാരണം ഇന്ത്യയിൽ അടിവേരുകളുള്ള, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ത്യയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഉത്തർപ്രദേശ് ബാരാബങ്കി സ്വദേശിയായിരുന്നു. സയ്യദ് അഹമ്മദ് മുത്തച്ഛനായിരുന്നു. അദ്ദേഹം ബാരാബങ്കി, അതായത് ഉത്തർപ്രദേശിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് ഈ അയത്തുള്ള ഖമേനി. മിക്കവാറുമൊക്കെ ഇന്ത്യൻ മന്ത്രിമാരും നേതാക്കളുമൊക്കെ ഇറാനിൽ ചെല്ലുമ്പോൾ എപ്പോഴും താനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുക കൂടി ചെയ്യുന്ന ഒരു നേതാവാണ് അയത്തുള്ള ഖമേനി. ഏതായാലും ഇസ്രായേലിൻ്റെ 2 പതിറ്റാണ്ടിലേറെയായിട്ടുള്ള ഒരു വലിയ ആവശ്യം ഇപ്പോൾ അമേരിക്ക നിറവേറ്റി കൊടുത്തിരിക്കുന്നു. ഇതുകൊണ്ടാകണം ഇന്നലെ ഖത്തർ അമീർ പറഞ്ഞത്, ഇത് അമേരിക്കയുടെ യുദ്ധമല്ല, ഇത് ട്രംപിൻ്റെതാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് അമേരിക്കയുടെ യുദ്ധമല്ല എന്ന് പറയുകയുണ്ടായി. ഏതായാലും ഇന്നലെ ഒരു രാത്രിയോട് കൂടി തന്നെ ജനവാസ കേന്ദ്രങ്ങൾ, അതായത് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ദുബായ് അടക്കമുള്ള ഇടങ്ങളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഈ ഇറാൻ വലിയ രീതിയിൽ മിസൈൽ ആക്രമണം നടത്തി. സ്വാഭാവികമായി എല്ലാവരും ചിന്തിച്ചതാണ്, കാരണം യുദ്ധത്തിൽ സാധാരണ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താറില്ല. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത്. അവിടെ പലരും പറഞ്ഞു കേട്ട തിയറി, ഈ ഇറാനിൽ കുട്ടികൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വികാരമായിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഉന്നതനായ കമാൻഡർ മരിച്ചിട്ടുണ്ടാകുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇന്നലെ പുലർച്ചെ തന്നെ ഖമേനി തൻ്റെ ഓഫീസിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇറാൻ വലിയ രീതിയിൽ തന്നെ തങ്ങളുടെ ചുറ്റുമുള്ള മറ്റ് GCC രാജ്യങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും അതിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഇപ്പോഴും ഈ ആക്രമണങ്ങളൊക്കെ തുടരുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, ഖമേനിയുടെ പിൻഗാമിയായ അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമേനി എത്തും എന്നുള്ളതാണ്. ഇതിനിടയിൽ നിർണായകമായ ചില നീക്കങ്ങളുമായി ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ മേഖലയിലാകെ, അതായത് ഗൾഫ് മേഖലയിലും ഒപ്പം തന്നെ ഇസ്രായേൽ അടക്കമുള്ള ആ ഒരു മേഖലയിലാകെ ഏതാണ്ട് 1 കോടിക്കടുത്തുള്ള പ്രവാസികളുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവരെല്ലാം സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുകയാണെങ്കിൽ അത് വലിയ ഒരു നഷ്ടം വരുത്തി വെക്കുന്ന ചില രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്, ചൈനയാണ്, അമേരിക്കയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളെ അത് ബാധിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഇപ്പോൾ അടച്ചിരിക്കുന്ന പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ടാണെങ്കിൽ കൂടി അവിടെ പ്രതിദിനം 20 മുതൽ 25% വരെ ലോകത്തിന്റെ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ക്രൂഡ് ഓയിലും മറ്റ് വാതകങ്ങളുമൊക്കെ ഈ ഒരു റൂട്ട് വഴിയാണ് കടന്നു പോകുന്നത്. ഒമാന്റെയും ഇറാന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഒരു കടലെടുക്കാണ്, അതുവഴിയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഈ റൂട്ട് ബ്ലോക്ക് ആയാൽ എന്ത് ചെയ്യും എന്നൊരു വലിയ ചോദ്യം ലോകത്തിന് മുമ്പിലുണ്ട്. നിലവിൽ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ പോലും സൗദിയും UAE അടക്കം ഒരു പൈപ്പ് ലൈൻ പദ്ധതി നേരത്തെ തന്നെ ഇട്ടിരുന്നു. അവിടെ നിന്ന് പ്രതിദിനം 2.6 ദശലക്ഷം ബാരൽ ഈ എണ്ണ, അതായത് ഹോർമുസ് കടലെടുക്കിനെ മറികടന്നുകൊണ്ട് എണ്ണ എത്തിക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനെ എത്തിക്കുന്നതും ഒപ്പം റൂട്ട് മാറ്റി വിടുന്നതുമൊക്കെ മൂലം ക്രൂഡ് ഓയിലിന്റെ ബാരലിന് $8 മുതൽ $30 വരെ ഉയരാനുള്ള സാധ്യതകളും ഉണ്ടാകും. ഏതായാലും ഈ ഹോർമുസ് കടലെടുക്ക് വഴി കടന്നു പോകുന്നത് 20 ദശലക്ഷമാണ്. ആ ഒരു സ്ഥാനത്തേക്ക് 2.6 ദശലക്ഷം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു എണ്ണ ഒഴുക്ക് മാത്രമാണ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് 50% ക്രൂഡ് ഓയിൽ ഈ ഗൾഫ് കൺട്രീസിൽ നിന്ന് മാത്രം വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബാക്കിയുള്ളതാണ് റഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വാങ്ങുന്നത്. ഇതൊന്ന്. അതിലും വലിയ പ്രാധാന്യമുള്ളത് നമ്മുടെ പ്രവാസികളുടെ കാര്യങ്ങൾ തന്നെയാണ്. പ്രവാസികളുമായി അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണോ, അവരെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കണം നടപടി? കാരണം ഇന്ത്യക്ക് ഒറ്റയ്ക്കൊരിക്കലും അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കാരണം മറ്റു രാജ്യങ്ങളുടെ സഹായങ്ങൾ തേടിയാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇസ്രായേലിലെയും ഇറാനിലെയും ഒമാനിലെയും ഖത്തറിലെയും വിദേശ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ നേതാക്കളുമായി ചർച്ച നടത്തും എന്നുള്ള അറിയാൻ കഴിയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രദേശം കൂടിയാണ് ഈ ഗൾഫ് മേഖല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇറാന്റെ ഖമേനി ഭരണകൂടം താഴെ വീണിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. പക്ഷെ ഖമേനി ഭരണകൂടം താഴെ വീഴുമ്പോൾ ഇറാൻ പൂർണ്ണമായി തന്നെ ഒരു സ്വതന്ത്രമായി, ഇല്ലെങ്കിൽ അമേരിക്ക വിചാരിക്കുന്ന ഒരു സർക്കാർ അവിടെ വന്നു എന്ന് പറയാനും കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ ഇറാൻ ഖമേനി അനുകൂലികൾ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കാരണം ഖമേനി വീഴുന്നതുകൊണ്ട് ഇറാന്റെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. കാരണം ഇറാൻ ഒരു വലിയ രാജ്യവുമാണ്. ഇതുപോലെ അനവധി ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. ഈ ഗ്രൂപ്പുകൾ സജീവമാകുകയും എന്നും ഒരു ഭീകര രാഷ്ട്രമായി അത് നിലനിൽക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം ഇതിനു മുൻപ് അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇറാഖുണ്ട്, യമനുണ്ട്, അങ്ങനെ ഒരു വലിയ നീണ്ട നേരം തന്നെ നമ്മുടെ മുൻപിലുണ്ട്. ഈ അമേരിക്ക ഇടപെട്ട് ഇപ്പൊ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ. ഏതായാലും ഇറാനും അത്തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഒരു സ്വസ്ഥതയുള്ളൊരു ഭരണം അവിടെ ഉണ്ടായില്ല. പകരം അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യം
ഈ ലോകത്തിന്റെ ഒരു നിയന്ത്രണം അവരുടെ കയ്യിലേക്ക് ഒതുക്കുക, എണ്ണ വിപണി നിയന്ത്രിക്കുക, ഈ 2 ലക്ഷ്യങ്ങൾക്കാണ് അമേരിക്ക ഇത് ചെയ്തതെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഖമേനിയെ ഇല്ലാതാക്കുക എന്നുള്ളത്. അതിലവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഖമേനിയോടൊപ്പം 9 പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി അവർ വധിച്ചിരിക്കുന്നു. ഇതിന്റെ അലയൊലികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു പ്രക്ഷോഭമായി രൂപം കൊണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു വലിയ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. തുർക്കിയിൽ ഇന്നലെ രാത്രി മുതൽ ഒരു പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. US എംബസിക്ക് സമീപം തടിച്ചുകൂടിയവർ US ഗോ ബാക്ക് എന്ന മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ വിളിക്കുന്ന ഒരു കാഴ്ചകൾ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലോകം ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് എന്ന് മാത്രമല്ല ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു പ്രവചനം ഇപ്പോൾ നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും. വാങ്കയുടെ ഒരു പ്രവചനമാണ്. വാങ്ക അതിൽ പ്രവചിച്ചിരിക്കുന്നത് 2026 തുടക്കത്തിൽ 3ാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടാകും. ആ ആക്രമണത്തിൽ സർവ്വതും കടപുഴകി വീഴും. റഷ്യ ഒടുവിൽ വലിയ ജേതാവായി മാറും എന്നാണ് വാങ്ക പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും തന്നെ പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ഒരു വലിയ യുദ്ധമായി തന്നെയാണ്. കാരണം അമേരിക്ക ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് വെനിസുലയിലും മറ്റേ ഈ ഉക്രൈനിലുമൊക്കെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന അമേരിക്കയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലുള്ള ഒരു സംഘർഷമാണ്. കാരണം ഈ ഇറാന്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് എന്ന് പറഞ്ഞാൽ അവരെ ഖമേനിയാണ് അവരുടെ എല്ലാം ആണ്. ആ ഖമേനി വീണ് കഴിഞ്ഞാൽ ആ ഗാർഡിനെ തകർക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഈ ഗാർഡുകൾ ജീവിച്ചിരുന്നത് തന്നെ, അവരുടെ ദശലക്ഷക്കണക്കിന് വരുന്ന ഈ സൈന്യം ജീവിച്ചിരുന്നത് തന്നെ ഖമേനിയുടെ ഒരു കാരുണ്യത്തിലൊക്കെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതവർ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറാകില്ല. ഒരുപക്ഷെ ഈ ഗ്രൂപ്പുകൾ പിന്നീട് പല തീവ്രവാദ ഗ്രൂപ്പുകളും മറ്റുമായി തീർന്നേക്കാം. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഉള്ള കാലം മുഴുവൻ ഇറാനെ സംരക്ഷിച്ച് നിർത്തി കൂടെ നിർത്തുക എന്നൊരു പ്ലാനേ ഇല്ല. അവർക്ക് ഒരു രാജ്യത്തും അത്തരത്തിലുള്ള പ്ലാനുകളും ഉണ്ടായിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ അവർക്കതില്ലായിരുന്നു, ഇറാഖിൽ അവർക്കതില്ലായിരുന്നു, സിറിയയിൽ അവർക്കതില്ലായിരുന്നു, യമനിൽ അവർക്കതില്ലായിരുന്നു. അങ്ങനെ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോയാൽ ഈ നൈജീരിയ അടക്കമുള്ളിടത്തൊന്നും അവർക്കില്ലായിരുന്നു. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം അതിനു വേണ്ടിയിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെതിരെ ഇന്നലെ രാത്രി വളരെ വൈകി UN സുരക്ഷാ കൗൺസിൽ കൂടുകയുണ്ടായി. UN സുരക്ഷാ കൗൺസിലിൽ എടുത്ത തീരുമാനത്തിലേക്ക് എത്താൻ അതിന് കഴിഞ്ഞില്ല. അത് അലസിപ്പിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ ചൈനയും റഷ്യയും ഒക്കെ ഇതിനകത്ത് വളരെ സജീവമായി എത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇത് ഏത് രീതിയിൽ മുൻപോട്ട് പോകും എന്ന് ഉറപ്പില്ല. ഒരുപക്ഷെ ഇത് അവസാനിക്കുകയാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. ഇത് അവസാനിച്ചില്ല എങ്കിൽ ഇത് അനന്തമായി നീണ്ടുപോവുകയും ഇടയ്ക്കിടയ്ക്ക് പല ബോംബ് സ്ഫോടനങ്ങൾ പല ഭാഗത്തായി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു മിഡിൽ ഈസ്റ്റും ഏഷ്യയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ആത്യന്തികമായി ഇത് ഉടനെ ഒന്നും അവസാനിക്കുകയില്ല. ഇതിങ്ങനെ നീണ്ടു പടർന്നു കിടക്കും. 2022 ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ തീർക്കുമെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും കയ്യും കെട്ടി കാഴ്ചക്കാരായി നിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെയാണ് ഇറാൻ പോലെയുള്ള ഒരു രാജ്യം അത് എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇവിടെ ഈ ഖമേനി കൊല്ലപ്പെട്ടത് കൊണ്ട് ഇറാനിൽ ഒരു വലിയ വസന്തകാലം തിരിച്ചു വരുമോ എന്നറിയില്ല. ഖമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭരണം അത്ര സുഖകരമായിട്ടല്ലായിരുന്നു ഇറാനികൾ കണ്ടിരുന്നത്. അതിനെതിരെ ഒരു പ്രക്ഷോഭം മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പ്രക്ഷോഭങ്ങളുടെ നാളുകൾ തന്നെ ആയിരിക്കും. കാരണം ഈ ഖമേനിയെ അനുകൂലിക്കുന്നവരുണ്ടാകും. മറ്റ് ഭീകര ഗ്രൂപ്പുകളൊക്കെ എളുപ്പത്തിൽ പിടിമുറുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തും. ഈ അമേരിക്കയ്ക്ക് ഉള്ള കാലം മുഴുവൻ ഈ വലിയ ഫോഴ്സിനെ അണിനിരത്തിക്കൊണ്ട് അവിടെ തങ്ങാനോ മുൻപോട്ട് പോകാനോ കഴിയില്ല. അതുമാത്രമല്ല, ആകാശ യുദ്ധങ്ങളിലൂടെയല്ല, കരയുദ്ധങ്ങളിലൂടെ വേണം ഈ രാജ്യങ്ങളെ കൺട്രോളിലാക്കാൻ. കരയുദ്ധത്തിൽ അത് വിജയിക്കാൻ സാധ്യതയില്ല. അമേരിക്ക അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാനും സാധ്യതയില്ല. കാരണം അത് അവരെ സംബന്ധിച്ച് വളരെ എക്സ്പെൻസീവാണ്. വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കും. അവരുടെ പട്ടാളക്കാർ ഒരുപാട് പേരെ അവർക്ക് കുരുതി കൊടുക്കേണ്ടതായി വരും. അത്തരത്തിലേക്ക് നീങ്ങാൻ സാധ്യതകൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഏതായാലും ഈ 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം തീരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ലോകത്തെമ്പാടുമായിട്ട് 700ഓളം വിമാന സർവീസുകളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്യുന്നത്. ഏതായാലും ഖമേനി നമ്മൾ വളരെ കാലമായി നമ്മുടെ എല്ലാ ന്യൂസ് ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണ്. ആ ഖമേനി കൊല്ലപ്പെടുമ്പോൾ ആ ഖമേനിയുടെ മരണവും ആ മരണമുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളുമാണ് ഈ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത പ്രധാന പോയിന്റും. നന്ദി, നമസ്കാരം.